അതെ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ കീ ചെയിൻ നമുക്കൊന്ന് ചെയ്താലോ? ഇത് നെയിമിംഗ് കീ ചെയിനാണ് കേട്ടോ. ഇതിന് ഞാൻ കുറച്ച് പ്ലാസ്റ്റിക് ബീഡ്സ് എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാ ബീഡ്സും ഉണ്ട്. കളർഫുള്ളായിട്ടുള്ള ബീഡ്സ് ആകുമ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. നെയിം കീ ചെയിന് അത് കുറച്ചുകൂടെ എന്താ പറയുക, ഭംഗി കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്ന ഗിയർ വയറാണ്. ഗിയർ വയർ എടുക്കുക. ആദ്യം ഒരു 3 ബീഡ്സ് നമ്മൾ കോർക്കുക. അതിനുശേഷം ഇനി അടുത്തെടുക്കുന്ന ഒരു 3 ബീഡ്സ് കോർക്കുക. അതിനുശേഷം നമ്മളെടുത്തിരിക്കുന്ന പ്ലാസ്റ്റിക് കളർ ബീഡ്സില്ലേ, അത് മിക്സഡ് ആയിട്ട് കോർത്തെടുക്കുക. ഒത്തിരി ലെങ്ത് വേണമെങ്കിൽ നമ്മൾ അതെടുക്കുന്ന കൗണ്ട് കൂട്ടിയെടുക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് കോർത്ത് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. അവസാനം ലോക്ക് ചെയ്യുന്നത് മാത്രം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് ലോക്ക് ചെയ്താൽ മാത്രം മതി. ഇതുപോലെ എടുത്തു ആദ്യം ഒരു സൈഡിലത്തേക്ക് എത്രയാണോ ആവശ്യമുള്ള അത് നെയിം നമ്മൾ സെൻറ്ററിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സൈഡിലത്തേക്കുള്ളത് ബീഡ്സ് ആദ്യം ഒരു 3 വൈറ്റ് ബീഡ്സ് കൊടുത്തു. അതിനുശേഷം കളർ ബീഡ്സ് മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്തിനനുസരിച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ കോർത്തെടുക്കുക. ഇനി എടുത്ത് നമ്മൾ നെയിം അത് ഒരു ഓർഡറിൽ കറക്റ്റായിട്ട് നമ്മൾ നെയിം ബീഡ്സ് ഇട്ട് കൊടുക്കുക. ഇത് നെയിം ബീഡ്സ് ഡിഫറെൻറ്റ് ഷേപ്പിലുള്ളത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരേ ഷേപ്പിലുള്ളതാകുമ്പോൾ അത് കറക്റ്റായിട്ട് ഇരിക്കും. അല്ലെങ്കിലും അത് ഈ ഒരേ നെയിം നമുക്ക് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നോർമലി നമ്മൾ സെയിം ബീഡ്സ് കൊടുത്താലും അതിങ്ങനെ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ നിൽക്കും. നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചാലും അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊക്കെ വരും. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അവസാനം അവിടെ ഗ്ലൂ വേണമെങ്കിൽ കൊടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഗ്ലൂ ഇല്ല, ഇതുപോലെ വെറുതെ കോർത്താണ് ചെയ്യുന്നത്. കാരണം ഈ സ്ക്വയർ ഷേപ്പ് ആകുമ്പോൾ അത്യാവശ്യം അത് ആ ഒരു ഷേപ്പിൽ നിൽക്കും. അതുകൊണ്ടാണ് സ്ക്വയർ റൗണ്ടൊക്കെ ആകുമ്പോൾ ഒരുവിധം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഈ ഹാർട്ട് അങ്ങനെയുള്ള ഷേപ്പ് ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അതിനുശേഷം ഒരു സൈഡായി ഇനി സെൻറ്ററിൽ നമ്മൾ ബീഡ്സ് ഇട്ടു, നെയിം ബീഡ്സ് ഇട്ടു. ഇനി അടുത്ത സൈഡിലേക്ക് വീണ്ടും കളർ ബീഡ്സ് കോർക്കുകയാണ്. നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ എത്രയാണോ എടുത്തത് അതേ കൗണ്ടായിരിക്കണം ഓപ്പോസിറ്റ് സൈഡിലും എടുക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത് ഒരു 3 വൈറ്റ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. ആ വൈറ്റ് ബീഡ്സും കൊടുത്ത് നിർത്തുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്ത് നിർത്തേണ്ടത്. അതേ കളർ തന്നെ ഇപ്പുറത്തും കൊടുക്കണമെന്നില്ല, എന്നാലും ഒരേ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇവിടെ കൊടുത്ത് അതുപോലെ അപ്പുറത്തെ സൈഡിലും കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തത്. കണ്ടില്ലേ, ആദ്യം ഗ്രീൻ, പിന്നെ യെല്ലോ, പിന്നെ ഒരു ബ്ലൂ, അത് കഴിഞ്ഞിട്ടൊരു പിങ്ക്, അത് കഴിഞ്ഞിട്ട് ഒരു 3 വൈറ്റ് ബീഡ്സ്. ഇത്രയാണ് കൊടുത്തത്. ഇനി ഇത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ രണ്ടും ഈക്വലാണോ എന്ന് നോക്കുക. രണ്ടും ഈക്വലാണോ എന്ന് നോക്കിയിട്ട് കറക്റ്റ് കണ്ടോ. ഇതിപ്പോൾ ആവശ്യത്തിനുള്ള ലെങ്താണ്. കുറച്ച് കൂടുതൽ വേണം. നമുക്ക് ചിലർ കസ്റ്റമൈസേഷനൊക്കെ പറയുമ്പോൾ ലെങ്ത് കൂടുതൽ വേണമെന്ന് പറയും. ലെങ്ത് കൂടുതലാണെങ്കിൽ ലെങ്ത് കൂടുതൽ എടുക്കുക. ഇത് നമ്മൾ കറക്റ്റ് എടുത്തു. അതിനുശേഷം രണ്ടും ബാലൻസ് ത്രെഡ് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം 2 ലെയറും കൂടെ ഒരുമിച്ചെടുത്ത് ഒരു ബീഡ്സ് കോർത്തെടുക്കുക. കണ്ടോ, അതൊരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. കണ്ടോ, അതവിടെ കറക്റ്റ് നമുക്ക് ഒരു കറക്റ്റ് ആ റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാനൊരു ഒരു ഹെയർ ബോ, അതൊരു ബീഡാണ്. ആ ബീഡ് ഇതുപോലെ ഒന്ന് കൊടുത്തു. കുട്ടികൾക്കൊക്കെ ഉള്ളതാകുമ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങനെയുള്ള ബീഡ്സിനോട് അവർക്കിഷ്ടം കൂടുതലാണ്. ഇനി വീണ്ടും ഞാനൊരു വൈറ്റ് ബീഡ് കൂടെ മേളിൽ കൊടുക്കുന്നുണ്ട്. അതൊന്ന് കോർക്കുന്നുണ്ട്. ഇതായപ്പോൾ നമ്മുടെ ഫസ്റ്റ് എന്താ പറയുക, അടുത്ത ഘട്ടവും ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ കൊടുക്കുന്നത് ലോക്ക് ചെയ്തെടുക്കുകയാണ്. ശരിക്കും ഇതുവരെ ചെയ്തത് വളരെ സിമ്പിളായിരുന്നു. അടുത്തത് വലിയ പാടമൊന്നുമില്ല. ജസ്റ്റ് അതെങ്ങനെ ഇത് ജമ്പിങ് റിംഗ് ആണ്. പിന്നെ ഞാൻ ഗിയർ ലോക്കും കൂടെ എടുത്തിട്ടുണ്ട്. ജമ്പിങ് റിങ്ങും ഗിയർ ലോക്കും. ആദ്യം നമ്മൾ ഗിയർ ലോക്ക് ഇടുക. ഗിയർ ലോക്ക് എന്നാൽ വളരെ ചെറിയ നമ്മളൊരു ബീഡ്സില്ലേ, സിൽവർ ബീഡ്സോ ഗോൾഡൻ, ഞാനിവിടെ സിൽവറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സിൽവർ ബീഡ്സ് ആ ഒരു അത്ര ഇത് വലിപ്പമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനെ കോർക്കുക. ആദ്യം അതാണ്. അതിനുശേഷം കണ്ടോ കോർത്തു. അതിനുശേഷം ജമ്പിങ് റിംഗ് കണ്ടല്ലോ. ആദ്യം നമ്മൾ ഗിയർ വയറിൽ നമ്മൾ എന്താ പറയുക, ആദ്യം വൈറ്റ് ബീഡ്സ്, ആ വൈറ്റ് ബീഡ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഗിയർ ലോക്ക് എടുക്കുക. ഗിയർ ലോക്ക് ഇട്ടതിന് ശേഷം കണ്ടോ, അതിനുശേഷം ജമ്പിങ് റിംഗ്. ഇനി തിരിച്ച് ഗിയർ ലോക്കിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ത്രെഡിലെ നമ്മുടെ ഗിയർ വയറാണ്, ഈ ഗിയർ വയർ തിരിച്ചത് ഇതുപോലെ വലിച്ചെടുക്കുക. കണ്ടോ, അതിനുശേഷം നമ്മുടെ ബോയുടെ ആ ഭാഗത്തേക്ക് ആ ബീഡില്ലേ, വൈറ്റ് ബീഡ്, അതിൻ്റെ അവിടത്തേക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പ്രസ് ചെയ്യുക. എന്നിട്ട് അതിനെ പുറകിലേക്ക് വലിച്ചെടുക്കുക. എന്നിട്ട് അവിടെ വെച്ച് നന്നായിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാലൻസ് വന്ന വയറല്ലേ, അതിന് ആ ബീഡിൻ്റെ അകത്തേക്ക് പുറത്തെടുക്കുക. നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്തെടുത്താൽ മതി. ചിലപ്പോൾ രണ്ടും നമുക്ക് ഒരുമിച്ച് കയറ്റാൻ പറ്റില്ലെങ്കിൽ ഓരോ പീസായിട്ട് ചെയ്താൽ മതി. കണ്ടോ,
ഇതിലൊന്ന് പുറത്തേക്ക് എടുത്തതിന് ശേഷം നന്നായി ടൈറ്റ് ചെയ്ത് വലിച്ചാൽ മതി, അങ്ങ് പുറത്തേക്ക് വന്നോളും. എന്നിട്ട് രണ്ടും ഒരുമിച്ചെടുത്ത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. കണ്ടില്ലേ? ഇനി ആ ബാലൻസ് കട്ട് ചെയ്ത് മാറ്റുക. ഈ ഒരൊറ്റ കാര്യമാണ് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നല്ല ഫിനിഷായിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ്. കാരണം ആ ഗിയർ ലോക്ക് ചെയ്തെടുത്തൊന്നും നമ്മൾ ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പുറത്തേക്ക് കുറച്ച് ത്രെഡ് നിൽക്കും, അതുകൊണ്ടാണ്. അതിനുശേഷം ലാസ്റ്റ് കീ ചെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് കണക്ട് ചെയ്യുന്നു, ജമ്പിങ് റിങ്ങിലേക്ക്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. ഇതെല്ലാവർക്കും ചെയ്യാം. ഇതൊക്കെ എല്ലാവർക്കും ഇത് നമ്മളുടെ തന്നെ ഇത് നമ്മുടെ മൊബൈലിൽ നമുക്ക് ഒരു ആക്സസറി ആയിട്ടിടാം, ബാഗിലിടാം. ഇത് പല രീതിയിൽ ചെയ്തെടുക്കാം. വളരെ ഭംഗിയാണ്. എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും ബൈ.